ആ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ അത് ഒരു നിയമപരമായിട്ടുള്ള ഒരു തീരുമാനമല്ല, അതൊരു ഇൻ പ്രിൻസിപ്പിൾ തത്വത്തിൽ അംഗീകാരം മാത്രമേ ഉള്ളൂ. മന്ത്രിസഭ തീരുമാനിക്കത്തിടത്തോളം കാലം അതിന് യാതൊരു നിയമപ്രാബല്യവുമില്ല. അതുമാത്രമല്ല, ഭരണഘടനയുടെ അനുച്ഛേദം 299 അനുസരിച്ച് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിനോ അവർക്ക് ബാധകമായ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അത് ഗവർണറുടെയോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെയോ പേരിൽ ഓതറൈസ് ആയിട്ടുള്ള അതിനായി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് ഒപ്പിടണം. ഒരു കാര്യം കൂടി ഉള്ളത്, ഈ PM-ശ്രീ ഇവിടെ നടപ്പിലാക്കുകയാണെങ്കിൽ 40% സാമ്പത്തിക ബാധ്യത കേരള ഗവൺമെൻറ്റിന് വരും, കേരള സർക്കാരിന് വരും. അങ്ങനെ ഉള്ള തീരുമാനത്തിൽ ധനവകുപ്പിൻ്റെ മന്ത്രി അനുവാദം ഇല്ലാതെ ഒരു വിദ്യാഭ്യാസ വകുപ്പിന് ഒറ്റയ്ക്ക് അങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രിക്ക് പോലും തീരുമാനമെടുക്കാൻ പറ്റില്ല. അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രയർ കൺസെൻറ്റ് വേണം, അതിന് പോസ്റ്റ് ഫാക്ടോ കൺസെൻറ്റ് പറ്റില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സ്വയമേ അസാധുവാണ്, അല്ലെങ്കിൽ ഏറ്റവും പരമാവധി അതൊരു ഇൻ പ്രിൻസിപ്പിൾ എഗ്രിമെൻറ്റ് മാത്രമാണ്, അതിന് യാതൊരു നിയമപ്രാബല്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഇപ്പോഴത്തെ MOU കൊണ്ട് ഞങ്ങൾക്ക് പിന്മാറാൻ കഴിയില്ല എന്ന് പറയുന്നതിൽ നിയമപരമായ അർത്ഥമില്ല. ഇപ്പോഴത്തെ MOU ഒരു വെള്ളക്കടലാസിൻ്റെ എന്തെങ്കിലും എഴുതിയതിൻ്റെ ഇഫക്റ്റേ ഉള്ളൂ, അല്ലാണ്ട് യാതൊരു നിയമപ്രാബല്യവും ഇല്ല.